വഖഫ് ബോർഡ് കേസിൽ ഹൈക്കോടതി നിർദ്ദേശം നീക്കിയ സുപ്രീം കോടതി വിധി പ്രതീക്ഷിച്ചതാണെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. ഹൈക്കോടതി നിലവിലുള്ള വഖഫ് ബോർഡിനെ കേട്ടിട്ടില്ലെന്നും ബോർഡിനെ കേട്ടതിനു ശേഷം അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും ഹംസ കോഴിക്കോട് പറഞ്ഞു. വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം ആവശ്യമില്ലെന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ വഖഫ് ബോർഡിന് ആശ്വാസമേകുന്നതാണ്. പ്രതീക്ഷിച്ച വിധിയാണിതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ പറഞ്ഞു. നമ്മളതിലേക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മളെ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ഉമീദ് ആക്ടിനും അഥവാ 2025 വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് 1995 വഖഫ് ആക്ടിന് ഘടകവിരുദ്ധമായിരുന്നു. അതിൽ പരാമർശിക്കാത്ത, അതിൽ പ്രതിപാദിക്കാത്ത കാര്യമാണ് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സുപ്രീം കോടതി ലിഫ്റ്റ് ചെയ്തു. നിലവിൽ നയപരമോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കും. മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നു. നിലവിൽ ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞതെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതി അതിൻ്റെ മെറിറ്റിലേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാതെ, ബോർഡിനെ കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ടായത്. ബോർഡിനെ കേട്ട് ഹൈക്കോടതി നാളെ വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് ബോർഡ് ഇതിലൊന്നും ഉത്തരവാദിയല്ല. 2016 UDF സർക്കാർ നിയോഗിച്ച വഖഫ് ബോർഡ് 2019 വരെ തുടർന്നിട്ടുണ്ട്. അതുപോലെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം വേണമെന്നാണ് ചെയർമാന്റെ വാദം. സംസ്ഥാന സർക്കാർ ഗൃഹപാഠമില്ലാതെ കോടതിയിൽ പ്രവർത്തിച്ചതിന്റെ പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. അതേസമയം കേസും ആരോപണ പ്രത്യാരോപണങ്ങളും നടക്കുന്നതിനിടെ വഖഫ് ബോർഡ് ജുഡീഷ്യൽ സിറ്റിംഗ് കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ ചേർന്നു. 85ഓളം കേസുകളാണ് വഖഫ് ബോർഡിന് മുന്നിലുള്ളത്. ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ 6ഓളം അംഗങ്ങൾ സിറ്റിംഗിൽ പങ്കെടുത്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.